കഴിഞ്ഞ ദിവസം നമ്മൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റുകളാണ് കേട്ടത്. അങ്ങനെ ചില അപ്ഡേറ്റുകൾ ഒഫീഷ്യലായി തന്നെ ചില പ്രമുഖർ പങ്കുവച്ചപ്പോൾ നമുക്കത് ഷോക്കിംഗ് സർപ്രൈസായി മാറി. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഛോട്ടാ മുംബൈ ടീം വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ്. ഛോട്ടാ മുംബൈ 2 ആണോ വരുന്നത് എന്ന രീതിയിലുള്ള ഒരു ചർച്ച തന്നെ പ്രേക്ഷകർ നടത്തുകയുണ്ടായി. എന്നാൽ ഛോട്ടാ മുംബൈ 2 അല്ല, സാക്ഷാൽ ഛോട്ടാ മുംബൈ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അതെ, റിലീസ് ചെയ്യാൻ ഒരുങ്ങിയാണ് ഛോട്ടാ മുംബൈ എന്നതാണ് ഏറ്റവും വലിയ കാര്യമായി മാറുന്നത്. പ്രേക്ഷകരുടെ ഏറ്റവും വലിയൊരു അഭ്യർത്ഥനയായിരുന്നു മോഹൻലാലിന്റെ റിലീസ് ചിത്രങ്ങളിൽ ഛോട്ടാ മുംബൈ കൂടി തിയേറ്ററിൽ എത്തിക്കണം എന്നത്. അത് നേരിട്ട് അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ കേട്ടു എന്നതാണ് മറ്റൊരു കൗതുകം. ഛോട്ടാ മുംബൈ എടുത്തത് അന്നത്തെ പ്രൊഡ്യൂസർ മണിയൻപിള്ള രാജു ആണ്. മണിയൻപിള്ള രാജുവിന്റെ മകനാണ് ഇതിന് മറുപടിയുമായി എത്തിയത്. ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ റിലീസ് ഒരുങ്ങുന്നു എന്നത്. ഏറെ കാത്തിരിപ്പിന് ശേഷം മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഛോട്ടാ മുംബൈ 4K റിലീസിന് എത്തുന്നു. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ 2007 റിലീസ് ചെയ്ത ഛോട്ടാ മുംബൈ ഫോർട്ട് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. അന്നുവരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഡാർക്ക് ഹ്യൂമർ കലർന്ന ഹാസ്യരംഗങ്ങളും താരങ്ങളുടെ വ്യത്യസ്ത വേഷവിധാനവും പുതുമയുള്ള ഗാനരംഗങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ് ഛോട്ടാ മുംബൈ. മണിയൻപിള്ള രാജു ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. ചിത്രം റിലീസിന് ഒരുങ്ങുന്നു എന്ന വിവരം അറിയിച്ചിരിക്കുന്നത് മണിയൻപിള്ള രാജുവിന്റെ മകൻ നീരജ് മണിയൻപിള്ള രാജു ആണ്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കീഴിൽ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തോടുള്ള ആരാധകരുടെ ഇഷ്ടം അവിശ്വസനീയമാണ്. ചിത്രം 4K റിലീസ് ചെയ്യുമോ എന്ന ആരാധകന്റെ ചോദ്യത്തിന് ദാറ്റ് ഓൾസോ ഹാപ്പനിങ് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തതോടെ വാർത്ത ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ. ഇതുകൂടാതെ മറ്റൊരു കാര്യത്തിനു കൂടി അദ്ദേഹം ഉത്തരം നൽകി എന്നതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ അപ്ഡേറ്റ് കിട്ടിയത്. മണിയൻപിള്ള രാജു മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുകയാണ് ഒരു പുതിയ ചിത്രത്തിനായി. മണിയൻപിള്ള രാജുവിന്റെ പ്രൊഡക്ഷൻ ഹൗസ് മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് കൃഷാന്ത് ആണ്. അതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയി മാറിയതും. ഈ കാര്യം നീരജ് മണിയൻപിള്ള രാജുവിനോട് ചോദിച്ചപ്പോൾ അതിനും അദ്ദേഹം മറുപടി നൽകി എന്നതാണ്. അതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയി മാറുന്നതും. അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ഡബിൾ ഹാപ്പിയാണ് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം തന്നെ ആയി മാറിയത്. കാരണം അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ റിലീസ് അവർ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. അത് വന്നാൽ വലിയൊരു ആഘോഷം തന്നെ തിയേറ്ററിൽ തീർക്കുമെന്ന് അവർ കാത്തിരിക്കുകയാണ്. ഒരു പുതിയ ജനറേഷൻ അത് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഓളം ഒരു വ്യത്യസ്ത ഓളം തന്നെയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് ഛോട്ടാ മുംബൈ തന്നെ റിലീസ് ചെയ്യുകയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ചില പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയുണ്ടായി. ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസ് നിർമ്മാണ കമ്പനി അടുത്തിടെയാണ് 25ാം വാർഷികം ആഘോഷമാക്കിയത്. മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ ചിത്രത്തിന്റെ ടീസർ ലോഞ്ചും ചടങ്ങിൽ നടന്നിരുന്നു. ഇപ്പോഴത്തെ ആശീർവാദ് കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ. എനിക്ക് ഏറെ പ്രിയപ്പെട്ട എന്റെ ആശീർവാദ് കുടുംബം എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങൾക്ക് മോഹൻലാൽ നൽകിയ അടിക്കുറിപ്പ്. നടൻ പങ്കുവച്ച ചിത്രങ്ങളിലെ ആന്റണി പെരുമ്പാവൂരിനൊപ്പമുള്ള നിഴൽ ചിത്രം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടും ഉണ്ട്. നിരവധി പ്രമുഖരാണ് ഈ ചിത്രം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ അവരുടെ വാക്കുകൾ പങ്കുവച്ചത്. ഹരീഷ് പേരടി വരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പങ്കുവയ്ക്കുകയുണ്ടായി. ആന്റണി എന്ന കൃഷ്ണനും മോഹൻലാൽ എന്ന അർജുനനും മലയാള സിനിമ എന്ന കുരുക്ഷേത്രത്തിൽ ആശീർവാദ് എന്ന തേര് തളിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷങ്ങൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നാണ് അദ്ദേഹം കുറിച്ചത്. ആശീർവാദിന്റെ 25ാം വാർഷിക ചടങ്ങിലായിരുന്നു മറ്റൊരു രസകരമായ സംഭവം കൂടി ഉണ്ടായത്. സോഷ്യൽ മീഡിയയിൽ നടൻ ടൊവിനോ തോമസും ബേസിൽ ജോസഫും പരസ്പരം ട്രോളിയ ഒരു സംഭവം. ഇരുവരുടെയും പോസ്റ്റുകളിലെ പരസ്പരമുള്ള തമാശ നിറഞ്ഞ കമന്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കാറുള്ളത്. മോഹൻലാൽ നായകനെ എത്തുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ ലോഞ്ച് ചടങ്ങിൽ ബേസിൽ അതിഥിയായി എത്തിയിരുന്നു. ബേസിനൊപ്പം ടീസർ ലോഞ്ചിൽ നിന്നുള്ള ഒരു ഫോട്ടോ ടൊവിനോ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പിന്നിലിരിക്കുന്ന ചിത്രം വൻ മരങ്ങൾക്കിടയിൽ എന്ന ക്യാപ്ഷനോടെ ടൊവിനോ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിന് താഴെയാണ് രസകരമായ കമന്റുകളുമായി ബേസിൽ എത്തിയതും മുട്ട പപ്സിലെ മുട്ട എന്ന് പറഞ്ഞതും. ഇത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു. ഈ കമന്റിന് പിന്നാലെ ചിത്രത്തിലുള്ളതെല്ലാം ചേർന്ന് മുട്ട പപ്സ് കഴിക്കുന്ന ഒരു AI വീഡിയോ പിന്നീട് വന്നിരുന്നു. ഇതും വൈറലായി മാറി. തന്റെ പോസ്റ്റ് AI വീഡിയോ ആകുമെന്ന് കരുതിയില്ലെന്ന് പറയുകയാണ് ബേസിൽ ജോസഫ്. പൊന്മാൻ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന പ്രസ് മീറ്റിലാണ് ബേസിലിന്റെ പ്രതികരണം എത്തിയത്. ചുമ്മാ ഒരു തമാശയ്ക്ക് ആ കമന്റ് ഇട്ടത്. പലപ്പോഴും എൻ്റെ കൂട്ടുകാരാണ് ഓരോ വീഡിയോയും ഫോട്ടോസും ഒക്കെ അയച്ചു തരുന്നത്. അവർ അയച്ചു തരുമ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പുറകിൽ അവൻ ഇരിക്കുന്ന ഫോട്ടോ കണ്ടത്. ചുമ്മാ ഒരു കമന്റ് ഇട്ട് തളർത്താമെന്ന് വിചാരിച്ചാണ് മുട്ട പപ്സിനിടയിലെ മുട്ട എന്ന കമന്റ് ചെയ്തത്. അത് വൈറലായി. അതിനേക്കാൾ ഞെട്ടിച്ചത് ആ കമന്റിനെ ബേസ് ചെയ്ത് വന്ന വീഡിയോയാണ്. ഞാൻ നോക്കുമ്പോൾ ലാലേട്ടനും മമ്മൂക്കയും ടൊവിനോയും ഞാനും ഇരുന്ന് മുട്ട പപ്സ് കഴിക്കുന്നു. വളരെ രസകരമായിട്ടാണ് ആ വീഡിയോ AI ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലായി. ഞാനത് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു. എന്നാൽ ഈ കമന്റ് പരിപാടികളൊന്നും അവിടെ അവസാനിച്ചിട്ടില്ല. പൊന്മാന്റെ വിജയത്തിൽ നടൻ ബേസിൽ ജോസഫ്
ജോസഫിനെ അഭിനന്ദിച്ച് ടൊവിനോ തോമസ് പൊന്മാന്റെ വിജയത്തിൽ അഭിനന്ദനങ്ങൾ, ഇനിയും കൂടുതൽ അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ, കട്ട വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ്, അടുത്ത പടം വമ്പൻ ഹിറ്റ് അടിക്കട്ടെ, കോടികൾ വരട്ടെ എന്ന ക്യാപ്ഷനോടെയാണ് ടൊവിനോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൊന്മാനിൽ നിന്നുള്ള ബേസിലിന്റെ ചിത്രവും ടൊവിനോ പങ്കുവച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന അടുത്ത ചിത്രമായ മരണമാസം നിർമ്മിക്കുന്നത് ടൊവിനോയാണ്. ഉടൻ പോസ്റ്റിന് താഴെ കമന്റുമായി ബേസിൽ ജോസഫ് എത്തി. തരാനുള്ള പൈസ പ്രൊഡ്യൂസർ ബാക്കി താ, എന്നിട്ട് സംസാരിക്കാം എന്നാണ് ബേസിലിന്റെ കമന്റ്. സൗഹൃദത്തിന് വില പറയുന്നോടാ ഛേ 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 എന്ന് ടൊവിനോയും ബേസിലിന് റിപ്ലൈയുമായി എത്തിയിട്ടുണ്ട്. മരണമാസിൽ പ്രധാന വേഷത്തിലെത്തുന്ന സിജു സണ്ണിയും തമാശ നിറഞ്ഞ കമന്റുകളുമായി എത്തി. അടുത്ത പടം കോടിക്കണക്കിന് കോടികൾ വാരണേ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഒരു ലക്ഷപ്രഭു ആക്കണേ എന്ന സിജുവിന്റെ കമന്റ്. പ്രൊഡ്യൂസറെ ലക്ഷപ്രഭു ആക്കാനുള്ള പ്രചണ്ഡ സ്റ്റാറിന്റെ എല്ലാ ശ്രമങ്ങളും ഏതു വിധേനയും തടയുന്നതായിരിക്കുമെന്ന് സിജുവിന് ടൊവിനോ തോമസ് മറുപടിയും നൽകിയിട്ടുണ്ട്. നവാഗതനായ ശിവപ്രസാദാണ് മരണമാസ് സംവിധാനം ചെയ്യുന്നത്. ചിത്രം ഏപ്രിലിൽ തിയേറ്ററിലെത്തും. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്.